السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد اتقوا الله عباد الله. മഹാനായ അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതായി കാണാം, മിൻ അലാമത്തി ശഖാവ നിസ്യാനു അയൂബിൻ നഫ്സി വതഫറുഹു ലിഉയൂബിൻ നാസി. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, മിൻ അലാമത്തി ശഖാവ, ഒരു മനുഷ്യൻ്റെ ദൗർഭാഗ്യത്തിൽപ്പെട്ടതാണ്, അദ്ദേഹത്തിന് തീരെ സൗഭാഗ്യമില്ല, ദൗർഭാഗ്യമാണ്, അതിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് നിസ്യാനു അയൂബിൻ നഫ്സി, സ്വന്തം നഫ്സിൻ്റെ ഐബുകൾ, കുറവുകളെ സംബന്ധിച്ച് അയാൾ മറന്നു പോവുക എന്നുള്ളതും, അതുപോലെ തന്നെ വത്തഫറുഹു ലിഉയൂബിൻ നാസി, ജനങ്ങളുടെ ഐബുകൾ കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം മാറിയിരിക്കുകയും ഒഴിഞ്ഞിരിക്കുകയും ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ നിത്യജീവിതത്തിലൊക്കെ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും നമുക്ക് നമ്മിലേക്ക് നോക്കിയാൽ തന്നെ ഇഷ്ടംപോലെ കാണാനുണ്ടാവും. പക്ഷേ അതൊന്നും എന്ത് ചെയ്യാറില്ല, നമ്മൾ ശ്രദ്ധിക്കാറില്ല. അത് എങ്ങനെ പരിഹരിക്കണം, അതിന് എന്താണ് മാർഗം എന്നുള്ളതൊന്നും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. മറിച്ച് മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയത് കാണുമ്പോഴേക്ക്, അതല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ അതിലേറെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കെ തന്നെയും മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറുത് കാണുമ്പോൾ അതിങ്ങനെ പറഞ്ഞു നടക്കാനും അതല്ലെങ്കിൽ അതിങ്ങനെ പ്രചരിപ്പിക്കാനും ഒക്കെ നമ്മൾ ഭയങ്കര വ്യഗ്രത കാണിക്കലുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടോ എന്ന് സൂക്ഷ്മമായി നമ്മൾ ഇങ്ങനെ പരിശോധിക്കും. സത്യത്തിൽ ആ കുറവിൻ്റെക്കാളും വലിയ കുറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം നബിയായി അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത സമയത്ത് ഫിറഔന്റെ അടുക്കിലേക്ക് പോയി ദഅവത്ത് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിറഔന്റെ അടുത്ത് എത്തിയപ്പോൾ ഫിറഔൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞ ചില വാചകങ്ങൾ വിശുദ്ധ ഖുർആനിൽ സൂറത്തു ശുഅറായിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വഫഅൽത ഫഅലതക അല്ലതി ഫഅൽത വഅൻത മിനൽ കാഫിരീൻ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഫിറഔൻ പറയാണ്, നീ നിന്റെ ആ ദുഷിച്ച പ്രവൃത്തിയൊക്കെ ചെയ്ത് നടന്നിരുന്ന ആളല്ലേ, നീ നന്ദി കെട്ടവന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്, നീ നിഷേധികളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണെന്നുള്ള അർത്ഥം വരുന്ന വാചകം പറയണം. എന്താണ്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അബദ്ധവശാൽ ഒരാളുടെ മരണത്തിന് കാരണമായി തീർന്നു. പക്ഷേ ഫിറഔൻ അവിടെയുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും മറ്റുമൊക്കെ കൊന്നൊടുക്കി വളരെ മോശമായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്നിട്ട് പോലും മറ്റൊരാളുടെ കുറ്റാണ് എന്ത് ചെയ്യുന്നത്, ഇവന്റെ കണ്ണിൽ ഭയങ്കര സംഭവമായിട്ട് എന്ത് ചെയ്യുന്നത്, തോന്നുന്നത്. അപ്പോൾ അതൊക്കെ ജുഹാലുകളുടെ, പിന്നെ അറിവില്ലാത്ത ആളുകളുടെ, അതുപോലെ തന്നെ തെമ്മാടികളായ ആളുകളുടെ ഒരു സ്വഭാവമാണ്. സ്വന്തം ഐബുകൾ കാണാതിരിക്കുകയും സ്വന്തം ന്യൂനതകൾ കാണാതിരിക്കുകയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ന്യൂനതകളിലേക്ക് നോക്കുകയും മറ്റുള്ളവരുടെ ന്യൂനതകൾ ഇങ്ങനെ പിന്നെ പറഞ്ഞു നടക്കാനും അല്ലെങ്കിൽ അത് അന്വേഷിച്ച് നടക്കാനും സമയം കണ്ടെത്തി ഒഴിഞ്ഞിരിക്കുക എന്നുള്ളതൊക്കെ എന്താണ്, ഫുസാക്കുകളുടെയും തെമ്മാടികളുടെയും ഒക്കെ ഒരു സ്വഭാവമാണ് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല അത് സ്വന്തം എന്താണ് ഒരു ദൗർഭാഗ്യത്തിൻ്റെ അടയാളം കൂടിയാണ് എന്നാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായ അധ്യാപനം മുഅ്മിനീങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. മൻ സത്തറ മുസ്ലിമൻ സത്തറല്ലാഹു യൗമൽ ഖിയാമ. ആരെങ്കിലും ഒരു മുഅ്മിനിനെ, ഒരു മുസ്ലിമിനെ അവൻ്റെ അയ്ബുകൾ മറച്ചു വെച്ചാൽ എന്ന് പറഞ്ഞാൽ അവനോട് പറയേണ്ട, അതങ്ങനെ ഉണ്ടായിക്കോട്ടെ എന്നല്ല, മറിച്ച് അത് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് എന്തില്ല, യാതൊരു ഫായിദയില്ല. അപ്പോൾ അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെയും എന്ത് ചെയ്യും, ഖിയാമത്ത് നാളിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു മറച്ചു വെക്കും. കാരണം നമുക്കൊക്കെ അറിയാം, നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് തിന്മകൾ അല്ലെങ്കിൽ ഒരുപാട് കുറവുകൾ മറ്റുള്ളവർ അറിയരുതേ, അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായി പോകുമെന്നുള്ള ഒരുപാട് സംഗതികൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഇഷ്ടംപോലെ നോക്കിയാൽ കാണും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഖിയാമത്ത് നാളിൽ അള്ളാഹു അതൊക്കെ മറച്ചു വെക്കാൻ കാരണമായി തീരും. ഇന്ന് ഈ ലോകത്ത് വെച്ചുകൊണ്ട് നമ്മുടെ മുഅ്മിനായ സഹോദരൻ്റെ, മുസ്ലിമായ സഹോദരൻ്റെ അയ്ബുകൾ, കുറവുകൾ നമ്മൾ മറച്ചു വെക്കുകയും അവനോട് രഹസ്യമായി നസീഹത്ത് ചെയ്യുകയും ചെയ്താൽ എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.